പേ സ്കെയിൽ കുറവായതോ ആണോ? അതെ, നമ്മുടെ നാട്ടിൽ മാത്രമാണ് അതൊരു മിഥ്യാധാരണയാണ്. നമ്മുടെ നാട്ടിലാണ് കൂടുതലും സ്റ്റുഡൻസ് കുറവ്. വിദേശത്ത് ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ച് വിദേശത്തു നിന്നല്ല, വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ സീറ്റ് വളരെ കുറവാണ്. ആകെ 2 കോളേജ് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മളെ വയനാട്ടിലും ഒന്ന് തൃശ്ശൂരൊക്കെ ആയിട്ടാണ് വെറ്റിനറി മെഡിസിന് കോളേജുകളുള്ളൂ. ഒബിയസ്ലി സീറ്റുകൾ കുറവായിരിക്കും. അതുമാത്രമല്ല, ഇവിടെ കൂടുതലും അറ്റൻഡ് ചെയ്യുന്നത് MBBS പ്രോഗ്രാമിനാണ്. അത് കുറച്ചും കൂടെ ഗ്ലാമറായിട്ടുള്ളൊരു ഫീൽഡാണ്. അത് എനിക്കൊരു സെക്കൻഡറി ഓപ്ഷനാണ് എല്ലാവരും കൊടുക്കാറ്. മാത്രമല്ല, നീറ്റ് കുറവ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് നീറ്റ് സ്കോർ കുറഞ്ഞ കുട്ടികളാണ് കൂടുതൽ അതിന് ജോയിൻ ചെയ്യാറ്. പിന്നെ സീറ്റില്ലാത്ത ഒരു വലിയ വിഷയം തന്നെയാണ്. പക്ഷേ അതിൽ റെപ്യൂട്ടേഷനൊന്നും ഇവിടെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പോൾ നോർത്തിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ട് വെറ്ററിനറി മെഡിസിൻ. അവരിവിടെ സീറ്റ് കിട്ടാത്ത മൂലം വിദേശത്താണ് കൂടുതൽ നോക്കുന്നത്. പ്രത്യേകിച്ച് സ്വിസ് കൺട്രീസിൽ, ഈ ബൾഗേറിയ പോലുള്ള കൺട്രികളിൽ, റഷ്യ, മോൾഡോവ, സെൻട്രൽ ഏഷ്യൻ കൺട്രികളിലൊക്കെ ഏറ്റവും ഫീസ് കുറവ് നോക്കി അവർ മാക്സിമം സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുന്നുണ്ട് സീറ്റില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മുടെ നാട്ടിലുള്ളൊരു മിഥ്യാധാരണയാണ് വെറ്ററിനറി മെഡിസിൻ സെക്കൻഡ് റേറ്റ് കാണാമെന്നുള്ളത്. പിന്നെ കൂടുതലും വരുന്നത് പെറ്റ്സിനോടൊക്കെ ഇഷ്ടമുള്ളവരും കൂടുതലും അവരെ പാമ്പർ ചെയ്തിട്ട് അവരെ ടേക്ക് കെയർ ചെയ്ത് ഉള്ള ഒരു കുട്ടികളാണ് കൂടുതലും വരുന്നത്. രണ്ടാമത്തൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീറ്റിൽ സ്കോർ കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും വരുന്നത് കൂടുതലും പെറ്റ് കെയർ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. ഒരു ഫോണ്ട് ഓഫ് എനിമൽസ്